ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കാട ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് അവിടെ കാട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വെന്ത് വരുന്നതാണ്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ വേവ്. ഒരു 20-25 മിനിറ്റ്സ് നമുക്കിത് വെക്കാം. അപ്പോൾ നമ്മുടെ കാട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ കാടേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും തൊലി ഒട്ടിക്കൊണ്ടായിരിക്കാറുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കാട കഴിക്കുമ്പോൾ അതിൽ തൊലീൻ്റെ കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്, ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 അല്ലി കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കരിവേപ്പിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം, സാദാ ചില്ലി പൗഡർ തന്നെയാണ് കേട്ടോ, അത് 2 ടേബിൾ സ്പൂണ്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് മീറ്റ് മസാല ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീച്ച് സൈഡിലുള്ള ആ ഒരു രഹസ്യം ഇതാണ്. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്യുമ്പോൾ മീറ്റ് മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ബീച്ച് സൈഡിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂണോളം ഗരം മസാല ആണ്. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബീച്ച് സൈഡിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടിയോ ഇല്ലേ. എന്തായാലും മസ്റ്റായിട്ട് കിട്ടും, കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.